ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് തെന്മല ആശുപത്രിയിലേക്ക് പോവുകയാണ്. മക്കൾക്ക് 2 പേർക്കും പനിയാണ്. മോൻ ഇന്നലെ രാത്രി ചൂടും നല്ല ചുമയും ഉണ്ടായിരുന്നു. ഞാനിവിടെ തൊട്ടടുത്ത ആശുപത്രി തെന്മലയാണ്. തെന്മലയിലേക്ക് പോവുകയാണ്. ജംഗ്ഷനിൽ വന്ന് കുറേ നേരം ബസ്സിന് വെയിറ്റ് ചെയ്തു. ബസ്സൊന്നും വന്നില്ല. കിട്ടിയതൊരു ജീപ്പാണ്, അറിയാവുന്ന ജീപ്പാണ്. ജോയിയണ്ണൻ്റെ ജീപ്പ് കിട്ടി. ഞങ്ങൾ തെന്മലയിലേക്ക് പോവുകയാണ്. രാവിലെ മുതൽ മഴയായിരുന്നു. മഴ തോർന്നതിന് ശേഷമാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങിയത്. വീഡിയോ നല്ല രീതിയിൽ എടുക്കാനൊന്നും പറ്റുന്നില്ല, എങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ. ഇതാണ് ഗവൺമെൻറ് HS. ഞാൻ ഇവിടെയാണ് +2 പഠിച്ചത്. ഇപ്പോൾ ഇവിടെ കോളേജൊക്കെ ആയി. ഇപ്പം തെന്മല ഡാം ജംഗ്ഷൻ എത്തി. കുറച്ച് ദൂരം കൂടെ ഉള്ളു ആശുപത്രി എത്താൻ. അങ്ങനെ തെന്മല ഹോസ്പിറ്റലെത്തി. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങും. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. OP ടിക്കറ്റ് എടുത്തു. ഇനി വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കി ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടു. ആവിക്കും മരുന്നും എഴുതി. ഫാർമസിയിൽ പോയി കുറച്ച് നേരം നിന്നു. കുറച്ച് തിരക്കുണ്ടായിരുന്നു. മരുന്ന് വാങ്ങി ശേഷം ആവി പിടിക്കാൻ ആവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആവി പിടിച്ചു. ആവി പിടിച്ചു ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ആളുകളൊക്കെ അപ്പോഴേക്കും കുറഞ്ഞു. ഇനി നേരെ തെന്മല ജംഗ്ഷനിലേക്ക് പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്ത് നിൽക്കാൻ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളങ്ങോട്ട് നടന്നു പോകുമ്പോൾ റോഡിന് ഫ്രണ്ടിൽ കുറേ പ്രാവും കൂട്ടം. ബസ്സിന് വേണ്ടി വെയിറ്റിംഗാണ്. ഒരു തെന്മല ബസ് വന്നിരുന്നു. ആ ബസ് തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെയിറ്റ് ഷെഡിങ്ങിനും കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി. കണ്ടക്ടർമാവും വന്നു. ടിക്കറ്റൊക്കെ എടുത്തു. ഇതാണ് പാർക്ക്. ഈ പാർക്കിൽ ഞാൻ മക്കളെയും കൊണ്ട് ഇടയ്ക്ക് വരാറുണ്ട്. ഇതാണ് ജിങ്കാലക്ക ഹോട്ടൽ. ഇത് റെസ്റ്റോറൻ്റാണ്. ഇവിടെ നിറയെ ആളുകളൊക്കെ വരാറുണ്ട്. എപ്പോഴും ഈ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. അത് തെന്മല 10 ഏക്കർ റോഡാണ്. മഴ ഏത് സമയവും പെയ്യും. അന്തരീക്ഷമാകെ ഇരുണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മഴ പെയ്തു. കണ്ടക്ടർ മാമൻ വന്നു. ഷട്ടറൊക്കെ ഇടുന്നു വെള്ളമകത്തേക്ക് കയറാതിരിക്കാൻ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.